സാധാരണഗതിയിൽ ആളുകൾ രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവരും പറയാറുള്ളത് തിരുവനന്തപുരം ആര് പിടിക്കുന്നോ അവർ ഭരിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യം. പക്ഷേ എനിക്ക് 2026 ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പിടിക്കുന്നവർ ഭരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതേസമയം കൊല്ലം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ ആ, പിന്നെ യു ഡി എഫ് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കൊല്ലം ജില്ലയിൽ നിന്നായിരിക്കും ആ, നമുക്ക് പല പലതരത്തിലുള്ള അട്ടിമറി അല്ലെങ്കിൽ എന്താണ് പറയാ, ആളുകൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊല്ലം ജില്ലയിലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സും പിന്നെ ഇലക്ഷനിൽ വലിയ ശക്തമായ മത്സരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കെ എൻ ബാലഗോപാല്, കെ ബി ഗണേഷ് കുമാർ, ചിഞ്ചു റാണി, ഇവരൊക്കെ തന്നെ ശക്തമായ മത്സരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചടയമംഗലം ഒരു പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ നൽകുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കൊല്ലം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ തവണ 2 സീറ്റ് ഒഴികെ എല്ലാ സീറ്റും LDF വിജയിച്ച ജില്ലയാണ്. UDF ആശ്വസിക്കാനുണ്ടായിരുന്നത് കരുനാഗപ്പള്ളിയിലെയും കുണ്ടറയിലെയും വിജയങ്ങളായിരുന്നു. കൊല്ലം ജില്ലയെ ഓൾ ടുഗദർ എടുക്കുന്ന സമയത്ത് പിന്നെ UDF പെർഫോമൻസ് കുറേയും കൂടി മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കൊല്ലം, ചവറ, കുന്നത്തൂര്, ഇവിടൊക്കെ തന്നെ UDF സാമാന്യം നല്ല രീതിയിൽ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആ അർത്ഥത്തിൽ ഒരു 6 മുതൽ 7 സീറ്റ് വരെ UDF ലഭിക്കാനുള്ള സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്തനാപുരം ഒരു പക്ഷേ LDF വിചാരിക്കുന്ന ഒരു റിസൾട്ട് വന്നുകൊള്ളുന്നില്ല. അതുപോലെ തന്നെ LDF മിനിസ്റ്ററിൽ ഏറ്റവും നല്ല മന്ത്രിയായി ഞാൻ മനസ്സിലാക്കുന്നത് KN ബാലഗോപാലിനെയാണ്. പക്ഷേ ബാലഗോപാൽ വരെ അവിടെ ശക്തമായ മത്സരം നേരിടുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ പിന്നെ LDF കുറച്ച് വോട്ടുകൾ ഐഷ പോറ്റിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഐഷ പോറ്റിക്ക് അവിടെ അവർക്ക് പേഴ്സണൽ വോട്ട് ഉണ്ട് എന്നുള്ളതാണ് UDF അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ UDF കുറച്ച് വോട്ടുകൾ UDF നിന്നും അവസാനം കഴിഞ്ഞ തവണ UDF വേണ്ടി മത്സരിച്ച രശ്മി BJPയിലേക്ക് മാറിപ്പോകുന്നു. അവർ പിന്നെ UDF നിന്നും UDF കുറച്ച് വോട്ടുകൾ അവരും പിന്നെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ആ അർത്ഥത്തിൽ കൊല്ലത്ത് പിന്നെ കൊട്ടാരക്കരയിലെ മത്സരം പ്രവചനാതീതമായി മാറുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ബാക്കി ഒക്കെ തന്നെ ഓൾമോസ്റ്റ് പിന്നെ LDF വളരെ ഷുവറായിട്ടുള്ള സീറ്റുകളാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം UDF ഒരു 6 മുതൽ 7 സീറ്റ് വരെ കൊല്ലത്ത് നേടിയേക്കാം. അവർക്ക് ഭരണം കിട്ടണമെങ്കിൽ കൊല്ലത്ത് അത്രയും സീറ്റുകൾ ലഭിച്ചാൽ മാത്രമേ UDF ഭരണം കിട്ടുള്ളൂ എന്നുള്ളതുമാണ് എൻ്റെ ഒരു ടേക്ക്.